ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചേഴ്സ് ഇതിൽ ദ ജേർണി ടു ദി ഇൻറ്റീരിയർ എന്ന പോയം ഡിസ്കസ് ചെയ്യാം. ഈ പോയം എഴുതിയിരിക്കുന്നത് മാർഗരറ്റ് ആറ്റ്വുഡ് ആണ്. അപ്പോൾ പോയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചേഴ്സിൽ ഈ പോയത്തിന് മുന്നുള്ള പോയം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതും കൂടെ കാണാം. പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പോയം നോക്കാം. അതിന് മുന്നേ ഷോർട്ട് ബയോഗ്രഫി നോക്കാം മാർഗരറ്റ് ആറ്റ്വുഡിൻ്റെ. മാർഗരറ്റ് ആറ്റ്വുഡ് 1939 അവർ ജനിക്കുന്നത്. ഒരു കനേഡിയൻ ഓതറാണ്. അവരുടെ ഫിക്ഷൻ, പോയട്രി ഇതൊക്കെ വളരെയധികം പോപ്പുലറായിട്ടുള്ള നോവലുകളും പോയമൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. എല്ലാം തന്നെ ഒരു ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവിലാണ് എഴുതിയിട്ടുള്ളത്. സ്ത്രീ കഥാപാത്രങ്ങൾക്കും സ്ത്രീകൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എഴുതിയിട്ടുള്ള വർക്കുകളാണ്. അവരുടെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള നോവൽ എന്ന് പറയുന്നത് 1985 എഴുതിയിട്ടുള്ള ദ ഹാൻഡ് മെയ്ഡ്സ് ടെയിലാണ്. അപ്പോൾ ഇതിലൊക്കെ തന്നെ അവർ പവർ, ജെൻഡർ, ഐഡൻറ്റിറ്റി, സർവൈവൽ ഇതിനെക്കുറിച്ചൊക്കെയാണ് അവർ കൂടുതലായിട്ട് എഴുതിയിട്ടുള്ളത്. അധികാരത്തെക്കുറിച്ചും ഐഡൻറ്റിറ്റിയെക്കുറിച്ച്. പിന്നെ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ചൂഷണങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ തീമായിട്ട് വരുന്നത്. അപ്പോൾ ഇവരുടെ വർക്കുകളിൽ നമുക്ക് അതൊക്കെ തന്നെ കാണാനായിട്ട് പറ്റും. വളരെ ചെറുതിലെ തന്നെ, യങ് ഏജിലെ തന്നെ അവർ റൈറ്റിംഗ് തുടങ്ങിയതാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ടൊറൻറ്റോ, റാഡ്ക്ലിഫ് കോളേജ് ഇവിടെയൊക്കെയാണ് അവരുടെ വിദ്യാഭ്യാസം അവർ പൂർത്തിയാക്കിയിട്ടുള്ളത്. ദ എഡിബിൾ വുമൺ, ദ ബ്ലൈൻഡ് അസാസിൻ, ദ ടെസ്റ്റമെൻറ്റ് ഇതൊക്കെ അവരുടെ പോപ്പുലറായിട്ടുള്ള വർക്കുകളാണ്. അപ്പോൾ ഇതൊന്നും കൂടാതെ, ഫിക്ഷൻ കൂടാതെ നോൺ ഫിക്ഷനും അവർ എഴുതിയിട്ടുണ്ട്. ഇനി ഈ ഒരു പോയം നോക്കുകയാണെങ്കിൽ ജേർണി ടു ദ ഇൻറ്റീരിയർ എന്നുള്ളത്, ഇതിൽ അവർ പറയാൻ ശ്രമിക്കുന്നത് എക്സ്പ്ലോറേഷൻ ഓഫ് ദ ഹ്യൂമൻ മൈൻഡിനെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഏതുപോലെയാണ് അവർ എഴുതിയിരിക്കുന്നത്? അതായത് ഇപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നമ്മൾ, ഒരു എക്സ്റ്റേണൽ വേൾഡിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണോ, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ ഉണ്ടാവുന്നത്, അതേപോലെ തന്നെയാണ് നമ്മുടെ നമ്മളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ യാത്രയും അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ആ ഒരു ശ്രമവും. അപ്പോൾ നമുക്ക് പോയത്തിലേക്ക് പോവാം. ജേർണി ടു ദി ഇൻറ്റീരിയർ. There are similarities I notice, that the hills which the eyes make flat as a wall, welded together, open as I move to let me through, become endless as prairies, that the trees grow spindly, have their roots often in swamps, that this is a poor country, that a cliff is not known as rough except by hand and is therefore inaccessible. അപ്പോൾ ഈ ഒരു പാർട്ടിൽ മാർഗരറ്റ് ആറ്റ്വുഡ് റിഫ്ലെക്ട്സ് ഓൺ ദി ഡിസ്ഓറിയൻറ്റിംഗ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ നേച്ചർ ഓഫ് ദി ലാൻഡ്സ്കേപ്പ്. ഈ വരികളിലൂടെ മാർഗരറ്റ് ആറ്റ്വുഡ് പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള നേച്ചർ. ഇപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്ന സമയത്ത് നമുക്ക് അവിടെ എങ്ങനെയായിരിക്കും, ആ സ്ഥലം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നേരത്തെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ അതൊരു ഫ്ലാറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു അത്രയും ഒരു കോംപ്ലക്സിറ്റീസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല ഒറ്റ നോട്ടത്തിൽ. പക്ഷെ അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് എത്ര ബുദ്ധിമുട്ടാണ് അവിടേക്ക് എത്താനായിട്ട്. അല്ലെങ്കിൽ ഒരു കുന്നാണെങ്കിൽ എത്ര ഉയരത്തിലേക്ക് നമ്മൾ അതിൽ കയറിയാലാണ് അതിൻ്റെ അറ്റം എത്താനായിട്ട് പറ്റുക, അതിൻ്റെ മുകളിലെത്താനായിട്ട് പറ്റുക. അവിടെ എത്രമാത്രം ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അവിടുത്തെ കണ്ടീഷൻസ് എങ്ങനെയാണ് എന്നൊക്കെ അവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് അത് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നതും ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നതും. നമ്മുടെ മൈൻഡിനെ കണ്ടെത്തുക എന്ന് പറയുന്നതും
ഇതേപോലെ തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ഇനി ദിസ് ഈസ് എ പുവർ കൺട്രി എന്ന് പറയുന്നത് ഒരു കൊളോണിയൽ മൈൻഡ് സെറ്റോടെ പറയുന്നതാണ്. ഈ ഒരു ലാൻഡ് കോളനൈസേഴ്സിന് ഈസി ആയിട്ട് ഡൊമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സിന് പെട്ടെന്ന് എത്താനും കോൺകർ ചെയ്യാനും പറ്റുന്ന ഒരു സ്ഥലമല്ല എന്നുള്ള രീതിയിലും കൂടെ ഇവിടെ പറയുന്നുണ്ട്. കൊളോണിയൽ പവേഴ്സിൻ്റെ ആ ഒരു ഫെയിലിയർ, ആ ഒരു രാജ്യത്തെ കീഴടക്കാൻ പറ്റാത്തതിലുള്ള അവരുടെ ഡിഫിക്കൽട്ടീസ്, അതായത് ഈസി ആയിട്ടൊന്നും ഞങ്ങളെ കോൺകർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. ദൂരെ നിന്ന് നിങ്ങൾ കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നും, അവിടെ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ കോംപ്ലക്സിറ്റീസ് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നും അവർ ചോദിക്കുകയാണ്. അപ്പോൾ രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ഹ്യൂമൻ മൈൻഡിനെയും പറയുന്നുണ്ട്, അതുപോലെ തന്നെ കോളനൈസേഴ്സിനോട് പറയുന്ന രീതിയിലും പറയുന്നുണ്ട്. ഇനി മോസ്റ്റ്ലി ദാറ്റ് ട്രാവൽ ഈസ് നോട്ട് ദ ഈസി ഗോയിങ് from point to point, a dotted line on a map, location plotted on a square surface, but that I move surrounded by a tangle of branches, a net of air, and alternate light and dark at all times, that there are no destination apart from this. ഈ ഒരു സ്റ്റാൻസയിലൂടെ മാർഗരറ്റ് ആറ്റ്വുഡിൻ്റെ ആ ഒരു സിംപ്ലിഫൈഡ് വ്യൂ ഓഫ് ട്രാവൽ, ഒരു യാത്ര എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ജേണിയാണ്. മാപ്പിലുള്ള ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലേക്ക് യാത്ര പോവുക എന്ന് പറയുന്നത്, നമ്മൾ ആ റോഡിലൂടെ പോകുന്നത് ഈസി ആയിട്ട് പറയണം. പക്ഷേ അവിടെ എത്തുമ്പോഴാണ് അതിൻ്റെ കോംപ്ലക്സിറ്റീസ് മനസ്സിലാവുക എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ ഒരുപാട് മരങ്ങളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതും അതിൻ്റെ ബ്രാഞ്ചസും, അതേപോലെ തന്നെ ചില സ്ഥലത്ത് നല്ല എയർ സർക്കുലേഷൻ ഉണ്ട്, ചില സ്ഥലത്ത് എയർ പോലും കടക്കാത്ത രീതിയിൽ തിക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ചില സ്ഥലത്ത് ലൈറ്റ് ഉണ്ട്, ചില സ്ഥലത്ത് ഡാർക്ക്നെസ് ആണ്. ഓൾട്ടർനേറ്റ് ലൈറ്റ് ആൻഡ് ഡാർക്ക് മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ദൂരെ നിന്ന് നമുക്ക് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരു മാപ്പിൽ ഈ സ്ഥലം എന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ എത്തുമ്പോഴാണ് നമുക്കിതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഓൾട്ടർനേറ്റ് ലൈറ്റ് ആൻഡ് ഡാർക്ക് എന്നത് എന്തിനെ എംഫസൈസ് ചെയ്യണു? ദ അൺപ്രഡിക്റ്റബിൾ ഫ്രാഗ്മെൻറ്റഡ് നേച്ചർ ഓഫ് ദ ജേർണി. അത് നമുക്ക് ഒരിക്കലും ആ യാത്ര എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നേരത്തെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ആ ജേർണി എന്ന് പറയുന്നത് ഫ്രാഗ്മെൻറ്റഡ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ചിതറിക്കിടക്കുന്നതാണ്, പാർട്ടായിട്ടാണുള്ളത്. ഹിൻഡിങ് അറ്റ് ദ കോംപ്ലക്സിറ്റി ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ലാൻഡ് ദാറ്റ് കൊളോണിയൽ പവേഴ്സ് സോട്ട് ടു കോൺകർ. ഇനി ആ ഒരു യാത്രയുടെ കാര്യം പറഞ്ഞു. ഇനി അതേപോലെ തന്നെ കൊളോണിയൽ പവേഴ്സിന് ഈസി ആയിട്ട് കോൺകർ ചെയ്യാൻ പറ്റുന്ന സ്ഥലവും അല്ല ഇത്. ദർ ആർ നോ ഡെസ്റ്റിനേഷൻ അപ്പാർട്ട് ഫ്രം ദിസ്. ഇതിൽ പറയുന്നത് ജേർണി ഇറ്റ് സെൽഫ് വിത്ത് ഇറ്റ്സ് ആംബിഗ്വിറ്റി ആൻഡ് ചലഞ്ച്. അതായത് അവർക്ക് ഇതൊരു ചലഞ്ചിങ് ജേർണി ആയിരിക്കും. അവരുടെ ഈ കൊളോണൈസേഴ്സിൻ്റെ ആ ഒരു ഗോൾ എന്ന് പറയുന്നത് എന്താണ്? കീഴടക്കുക എന്നുള്ളത്. അപ്പോൾ ആ കീഴടക്കാൻ അത്ര ഈസി ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് അല്ല ഇത് എന്നുകൂടിയാണ് അവർ ഓർമ്മപ്പെടുത്തുന്നത്. ആ രാജ്യത്തിലുള്ളവരുടെ റെസിസ്റ്റൻസ്, അവരതിനെ എതിർക്കുകയാണ്, അല്ലെങ്കിൽ തടയുകയാണ്. കോൺകർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരതിനെ റെസിസ്റ്റ് ചെയ്യുന്നു. ദർ ആർ ഡിഫറൻസസ് ഓഫ് കോഴ്സ്, lack of reliable charts, more important the distraction of small details, your shoe among the brambles under the chair where it shouldn't be, loosen white mushrooms and a paring knife on the kitchen table. A sentence crossing my path, saddened as a fallen log. I am sure I passed yesterday. Have I been walking in the circles again? But mostly the danger. Many have been here, but only some have returned safely. ഈ ഒരു പാട്ടിൽ മാർഗരറ്റ് ആറ്റ്വുഡ് റിഫ്ലെക്ട്സ് ഓൺ ദി കോംപ്ലക്സിറ്റീസ് ആൻഡ് ഡിസോറിയൻറ്റിംഗ് ആസ്പെക്ട് ഓഫ് ദ ജേർണി, എംഫസൈസിങ് ദ ലാക്ക് ഓഫ് റിലയബിൾ ചാർട്ട്സ് ആൻഡ് ദ ഡിസ്ട്രാക്ഷൻ ഓഫ് സ്മോൾ ഡീറ്റെയിൽസ്. എന്ന് വെച്ചാൽ ഇതിൽ പറയുന്നത്
നമ്മളുടെ യാത്ര ഇത് ഒരു യാത്രയാവാം, ഹ്യൂമൻ മൈൻഡിലേക്കുള്ള യാത്രയാവാം, നമ്മുടെ ചിന്തകളാവാം. ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ടാവും. അതിന് എക്സാമ്പിളായിട്ട് ഒരു മിസ്പ്ലേസ് ആയിട്ടുള്ള ഷൂവോ അല്ലെങ്കിൽ കിച്ചണിലുള്ള ഒരു നൈഫോ, ഇതൊക്കെ നമ്മുടെ ചിന്തകളെ എന്ത് ചെയ്യുന്നതാണ്, ഡിസ്ട്രാക്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ യാത്രകളിലും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന, നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടാവും. ഇവിടെ മാപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്, ദർ ആർ ലാക്ക് ഓഫ് റിലയബിൾ ചാർട്ട്സ് എന്ന് വെച്ചാൽ എന്താണ്, അവർക്കവിടെ എത്തിപ്പെടാനുള്ള, ആ ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള റിലയബിൾ ആയിട്ടുള്ള ചാർട്ട്സ് ഉണ്ട്. And colonizers often attempted to map and impose orders on lands that they were complex and multifaceted. ആ ഒരു എന്താണ്, മാപ്പിൽ ഇങ്ങനൊരു സ്ഥലമുണ്ട് എന്ന് അറിയണു, അത് കോൺകർ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു. അത് ആ ഒരു പ്ലേസ് നമുക്ക് കോൺകർ ചെയ്യാൻ പറ്റുമോ, അത് എങ്ങനെയുള്ളതാണ്, അവിടെ എത്താൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും അവർ ആ മാപ്പിലെ പ്ലേസ് കാണുന്ന സമയത്ത് ചിന്തിക്കുന്നില്ല. ദ ലൈൻ മെനി ഹാവ് ബീൻ ഹിയർ, പലരും ഇത് കോൺകർ ചെയ്യാം എന്ന വ്യാമോഹിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ചിലർ മാത്രമേ സേഫായിട്ട് എന്ത് ചെയ്തിട്ടുള്ളൂ, തിരിച്ചു പോയിട്ടുള്ളൂ. കാരണം ഇൻട്രൊഡ്യൂസ് ദ ഐഡിയ ഓഫ് ഡേഞ്ചർ, സജസ്റ്റിംഗ് ദാറ്റ് ദ ജേർണി ത്രൂ അൺഫെമിലിയർ ഓർ കോളനൈസ്ഡ് ലാൻഡ് ഈസ് ഫ്രോട്ട് വിത്ത് റിസ്ക് ആൻഡ് അൺപ്രഡിക്റ്റബിലിറ്റി. കാരണം അവിടെ എത്തുമ്പോഴാണ് നമുക്ക് ആ സ്ഥലം എങ്ങനെയാണെന്നുള്ളത് തിരിച്ചറിയാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അൺഫെമിലിയർ ആണ്. അപ്പോൾ ഈ കോളനൈസ്ഡ് ലാൻഡ്സൊക്കെ അൺഫെമിലിയർ ആണ്, അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ എത്തിയാൽ മാത്രമേ അത് തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് പേര് മാത്രമേ കോൺകർ ചെയ്യാനായി വന്ന് സേഫായിട്ട് തിരിച്ചു പോയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇത് വേറെ എന്തിനും കൂടെ പറയുന്നുണ്ട്, വയലൻസ് ആൻഡ് ട്രോമ എക്സ്പീരിയൻസ്ഡ് ബൈ കോളനൈസ്ഡ് പീപ്പിൾ. അപ്പോൾ ഇത് കോൺകർ ചെയ്യാൻ വരുന്നവരുടെ വയലൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന അവിടെയുള്ള ആൾക്കാർ ഫേസ് ചെയ്തിട്ടുള്ള ട്രോമയെക്കുറിച്ചും കൂടി ഇവിടെ പോയിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഒരുപാട് പേര് അവിടെ കൊളോണിയൽ റൂളിൽ സർവൈവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ബട്ട് നോട്ട് അറ്റ് ഓൾ മെയ്ഡ് ഇറ്റ് ഔട്ട് അൺഹാംഡ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു രാജ്യം വേറൊരു രാജ്യത്തെ കീഴടക്കുന്നു, അവരവിടെ ഭരിക്കുന്നു, സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആൾക്കാർക്ക്, അവിടുത്തെ നേറ്റീവ്സിന് ഒരുപാട് പ്രശ്നങ്ങൾ ഇതുകൊണ്ട്, ഒരുപാട് കറപ്ഷൻസ് അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇതിൽ പറയുന്നുണ്ട്, ദേ ഹാവ് ബീൻ വാക്കിംഗ് ഇൻ സർക്കിൾസ് അഗെയിൻ റിഫ്ലെക്ട്സ് ദ സൈക്ലിക്കൽ നേച്ചർ ഓഫ് കൊളോണിയൽ ഹിസ്റ്ററി. വാക്കിംഗ് ഇൻ സർക്കിൾസ് അഗെയിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സൈക്ലിക് നേച്ചർ, കൊളോണിയൽ ഹിസ്റ്ററിയുടെ സൈക്ലിക്കൽ നേച്ചർ എന്ന് വെച്ചാൽ എന്താണ്, ഒരു രാജ്യം വേറൊരു രാജ്യത്തിനെ ഇങ്ങനെ എപ്പോഴും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, അതിങ്ങനെ ഒരു സൈക്കിളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോയം നമുക്ക് മനസ്സിലാക്കേണ്ടത് പല പേഴ്സ്പെക്റ്റീവിലൂടെ ഇത് പറയണം, അതായത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഹ്യൂമൻ മൈൻഡിനെ കുറിച്ച് പറയുന്നുണ്ട്, നേച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്, കൊളോണിയലിസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ മൂന്ന് പേഴ്സ്പെക്റ്റീവിലും കൂടെ വായിച്ചാലാണ് ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എ കോമ്പസ് ഈസ് യൂസ്ലെസ് ഓൾസോ ട്രൈങ് ടു ടേക്ക് ഡയറക്ഷൻസ് ഫ്രം ദ മൂവ്മെൻറ്റ്സ് ഓഫ് ദി സൺ വിച്ച് ആർ എറാക്ടിക് and words here as pointless as calling in a vacant wilderness. Whatever I do, I must keep my head. I know it is easier for me to lose my way forever here than in other landscape. ഈ സ്റ്റാൻസയിലൂടെ the poet conveys a sense of disorientation. അതായത് ഒരു കൺവെൻഷണൽ മെത്തേഡ് ഓഫ് നാവിഗേഷൻ, അതൊരു യാത്രയിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു കോമ്പസ് അല്ലെങ്കിൽ സണ്ണിൻ്റെ മൂവ്മെൻറ്റ്, ഇതൊക്കെ നോക്കിയിട്ടാണ് യാത്ര ചെയ്തിരുന്നത് പണ്ടുള്ളവർ. ആൻഡ് ദേ ആർ ഓൾ യൂസ്ലെസ്. കാരണം ഈ ഒരു ലാൻഡ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിളാണ്. ഇത് ഒരു ടൈംഡായി നിൽക്കാനോ കൺട്രോൾഡായി നിൽക്കാനോ റിഫ്യൂസ് ചെയ്യുന്ന ഒരു ലാൻഡാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ പരമ്പരാഗതമായിട്ട് യൂസ് ചെയ്യുന്ന കോമ്പസോ അല്ലെങ്കിൽ സണ്ണിൻ്റെ മൂവ്മെൻറ്റോ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്താനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്.
ഇനി ലോസിങ് മൈ വേ ഫോർ എവർ എന്നുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ആ കോളനൈസേഴ്സിൻ്റെ അറ്റംപ്റ്റ്, അവർ അവിടെയുള്ള ആൾക്കാരെ, നേറ്റീവ്സിനെ ഇമ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അവരിൽ ഇമ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്ന അവരുടെ കൾച്ചറാവട്ടെ അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജ് ആവട്ടെ, ഇതൊന്നും എന്താണ് ഇവിടെ നിങ്ങൾക്ക് ഈ ലാൻഡിൽ എത്തിപ്പെടാൻ തന്നെ പറ്റില്ല. അങ്ങനെ എത്തിപ്പെട്ടാലല്ലേ അവരെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് അവരിൽ ഇമ്പോസ് ചെയ്യാനോ നിങ്ങളുടെ കൾച്ചർ അവരിൽ ഇമ്പോസ് ചെയ്യാനോ ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പ് നാവിഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഡിഫിക്കൽട്ടാണ് എന്നാണ് പോയിട്ട് പറയുന്നത്. ഇനി ലാസ്റ്റ് പാർട്ടിൽ പറയുന്നത് എന്താണ്? ഈ കോളനൈസ് സ്പേസിനെ, ഈ ലാൻഡിൻ്റെ ആ ഒരു ട്രൂ എസൻസിനെ വെസ്റ്റേൺ ഫ്രെയിം വർക്ക് കൊണ്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ വെസ്റ്റേണേഴ്സിന് ഇവിടെ ഒരിക്കലും ആ ഒരു പ്രകൃതിയുടെ അല്ലെങ്കിൽ ഈ ലാൻഡിൻ്റെ ആ ഒരു ട്രൂ എസൻസിനെ നിങ്ങൾക്കൊരിക്കലും റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ഇതാണ് പോയത്തിൻ്റെ ഒരു സമ്മറി. ഇതിൻ്റെ അനാലിസിസും കൂടെ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് അത്ര ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയമല്ല. വളരെ ശ്രദ്ധിച്ച് പോയത്തിലുള്ള ലൈൻസ് വായിച്ച്, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ വായിച്ച്, ഓരോ സ്റ്റാൻസയുടെയും താഴെ സമ്മറി കൊടുത്തിട്ടുണ്ട്, അത് വൃത്തിയായിട്ട് വായിക്കുക. അതിനൊപ്പം ഈ ഓഡിയോ കൂടെ കേൾക്കുക. അപ്പോൾ അനാലിസിസും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ തരാം. ഈ പോയത്തിൻ്റെ ഒരു സിമ്പിൾ അനാലിസിസ് കൂടെ പറഞ്ഞുതരാം. ജേണി ടു ദി ഇൻറ്റീരിയർ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സ്പീക്കർ ആൻഡ് ദ നാച്ചുറൽ വേൾഡ്, അതായത് പോയറ്റും നാച്ചുറൽ വേൾഡും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ പറയുന്നത് ഏതൊക്കെ രീതിയിലാണ്? സൈക്കോളജിക്കൽ ആസ്പെക്റ്റും അതേപോലെ തന്നെ ഫിസിക്കൽ ആസ്പെക്റ്റും ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഐഡിയ, ഈ ഒരു റിലേഷൻഷിപ്പ് പോയറ്റ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഇതിൽ പോയം ഡെപ്പിക്സ് എ ജേർണി ത്രൂ ആൻ അൺഫെമിലിയർ ആൻഡ് റഗ് ടെറൈൻ, അതായത് ഒരു യാത്ര പോകുന്നത് ഒട്ടും ഫെമിലിയർ അല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ഒരുപാട് കോംപ്ലക്സിറ്റീസും, അതായത് ദൂരെ നിന്ന് കാണുന്ന പോലെയോ മുൻപ് അറിഞ്ഞിട്ടുള്ളത് പോലെയോ ഒന്നുമല്ല അവിടെ എത്തിച്ചേരുമ്പോഴുള്ള ആ ഒരു അനുഭവം, അല്ലെങ്കിൽ അവിടെ എത്തിച്ചേരുമ്പോഴുള്ള അവിടെ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ടോട്ടലി ഡിഫറെൻ്റാണ്, അൺഫെമിലിയറാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഹ്യൂമൻ മൈൻഡും. ഒരുപാട് കോംപ്ലെക്സ് ആണ് ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡ് തന്നെ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ ഈ രണ്ട് ഐഡിയാസ് പറയുന്നുണ്ട്. ഒപ്പം ഇത് പറയുന്നത് ഒരു പോസ്റ്റ് കൊളോണിയൽ ലെൻസിലൂടെയാണ്. ഒരു പോസ്റ്റ് കൊളോണിയൽ ക്രിട്ടിക്, അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡോടെയാണ് പോയിട്ട് ഇത് പറയുന്നത്. അതായത് പോസ്റ്റ് കൊളോണിയൽ ആറ്റിറ്റ്യൂഡ്സ് ലാൻഡ്, നേച്ചർ ആൻഡ് ഐഡൻറ്റിറ്റി. അതായത് പെട്ടെന്ന് ആർക്കും കീഴടക്കാൻ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റിയിട്ടുള്ള ഒരു ലാൻഡ് അല്ല ഇത്. ഒരു പക്ഷേ അത് അവരുടെ സ്വന്തം രാജ്യത്തെ ആവാം, അല്ലെങ്കിൽ ഏതൊരു കോളനിയെയും ആവാം. അതായത് ഇമ്പീരിയലിസ്റ്റ് കൺട്രീസിനെ മൊത്തം ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പറയുന്നതും ആവാം. അപ്പം പിന്നെ ഇതിൽ പറയുന്നത് ദ സ്പീക്കർ സൈറ്റിംഗ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദ ലാൻഡ്സ്കേപ്പ് ആൻഡ് ദ മൈൻഡ്, അതായത് ലാൻഡ്സ്കേപ്പും നമ്മുടെ ഹ്യൂമൻ മൈൻഡ് തമ്മിലുള്ള ആ ഒരു സിമിലാരിറ്റി എല്ലാത്തിലും അവർ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഡ്രോയിങ് അറ്റൻഷൻ ടു ദ വേ ദ ഹിൽസ് ആൻഡ് ട്രീസ് ഓപ്പൺ ആൻഡ് ബിക്കം എൻഡ്ലെസ് എസ് പ്രയറീസ്. അപ്പോൾ ആദ്യം പോകുമ്പോൾ എന്ത് ധാരണയോടെയാണോ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നത്, അവിടെ എത്തിക്കഴിയുമ്പോൾ അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിച്ചാണോ അവിടെ പോകുന്നത്, എന്ത് പ്രതീക്ഷിച്ചാണോ അവിടെ പോകുന്നത്, അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയായിരിക്കാം നമ്മൾ അവിടെ കാണുന്നത്. അതേപോലെ തന്നെയാണ് ഹ്യൂമൻ മൈൻഡ് എന്ന് അവർ വീണ്ടും പറയുന്നുണ്ട്.
അതായത് പിന്നെ ദിസ് ഐഡിയ ഓഫ് ദ ലാൻഡ് ഷിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്ഫോമിങ് എസ് ദ സ്പീക്കർ മൂവ്സ് ത്രൂ ഇറ്റ്. അപ്പോൾ വീണ്ടും അവിടെ എത്തി അതിൻ്റെ അകത്തേക്ക് കിടക്കുമ്പോൾ ഒരുപാട് എന്താണ് ട്രാൻസ്ഫോർമേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. ആ ട്രാൻസ്ഫോർമേഷൻ അവർ ഫിസിക്കലി അവർ കാണുന്ന കാര്യങ്ങളിലും ആവാം, ഒപ്പം ഹ്യൂമൻ മൈൻഡിലും ആവാം. പിന്നെ പുവർ കൺട്രി, ഇതിൽ വേറെ അതായത് ഓരോന്നിലും അവർ ഹ്യൂമൻ മൈൻഡിനെയും കണക്ട് ചെയ്യുന്നുണ്ട്, ആ ലാൻഡ്സ്കേപ്പിനെയും കണക്ട് ചെയ്യുന്നുണ്ട്, ഒപ്പം അവിടെ പോസ്റ്റ് കൊളോണിയലിസവും കൂടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളും മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം ഈ പോയം വായിക്കാനും അത് മനസ്സിലാക്കാനുമായിട്ട്. പിന്നെ അതിൽ പുവർ കൺട്രി വിത്ത് ഇറ്റ് സ്പിൻഡ്ലി ട്രീസ് സ്വാംസ് ഇവോക്സ് എ കൊളോണിയൽ പെർസെപ്ഷൻ ഓഫ് ലാൻഡ് ആൻഡ് പീപ്പിൾ ആസ് അൺസിവിലൈസ്ഡ്. പുവർ കൺട്രി എന്ന് പറയുന്നുണ്ട്, അവിടെയുള്ള മരങ്ങൾ സ്പിൻഡ്ലി ട്രീസ് എന്ന് പറയുന്നുണ്ട്, സ്വാംസ് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ആ ഒരു കൊളോണിയൽ പെർസെപ്ഷനെയാണ് കാണിക്കുന്നത്. അവിടുത്തെ ആൾക്കാർ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ ലാൻഡ് കോംപ്ലക്സ് ആണ്, അതിനെ ഈസി ആയിട്ട് വെസ്റ്റേൺ ഐഡിയാസ് അവിടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, അല്ലെങ്കിൽ വെസ്റ്റേണേഴ്സിന് ഈസി ആയിട്ട് കോൺകർ ചെയ്യാൻ പറ്റുന്ന ലാൻഡല്ല എന്നുള്ളത് പറയുന്നുണ്ട്. ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാനായിട്ട് റിലയബിൾ മാപ്സ് നിങ്ങൾക്ക്, അതായത് ട്രഡീഷണലായിട്ടുള്ള കോമ്പസോ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് ഇവിടെ എത്തിച്ചേരാൻ പറ്റില്ല എന്നും കൂടെ അവർക്ക് ഒരു എന്താ പറയുക, ഒരു വാർണിംഗ് പോലെയാണ് ഇമ്പീരിയലിസ്റ്റ് കൺട്രീസിനോട് ഇവർ പറയുന്നത്. അത് സ്വന്തം രാജ്യത്തെ കുറച്ചും കൂടി, അതായത് അങ്ങനെ എളുപ്പത്തിൽ കോൺകർ ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രി അല്ല ഇത് എന്നുള്ളത് അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് അത് എന്തിനെ ഹൈലൈറ്റ് ചെയ്യണു? ഐഡിയ ദാറ്റ് കൊളോണിയൽ പവേഴ്സ് വിത്ത് ദ വെസ്റ്റേൺ ലാംഗ്വേജസ് ആൻഡ് സിസ്റ്റം ഓഫ് നോളജ് fail to engage meaningfully with the complexities of land and people they seek to dominate. അവർ ആരെയാണോ ഡൊമിനേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, ഇമ്പീരിയലിസ്റ്റ് കൺട്രീസ് ആരെയാണോ ഡൊമിനേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്, അവരെ അത്ര ഈസി ആയിട്ട് ഡൊമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോസ്റ്റ് കൊളോണിയൽ എക്സ്പ്ലോറേഷനും അതേപോലെ തന്നെ ഹ്യൂമൻ മൈൻഡിൻ്റെ ആ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള നേച്ചറും അതിൻ്റെ ഒപ്പം എന്താണ് എൻവയോൺമെൻറ്റും നമ്മളുടെ ആ ഒരു പ്രകൃതിക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസും അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല, അല്ലെങ്കിൽ നമ്മൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയാസാണ് മാർഗരറ്റ് ആറ്റ്വുഡ് ഈ പോയത്തിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അനാലിസിസ് ഇതാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഐഡിയ ഒക്കെ തന്നെയാണ് അതിലും വരുന്നത്. പിന്നെ ഇത് കൂടാതെ മേജർ തീംസ്, പിന്നെ ഫെയിലിയർ ഓഫ് കൊളോണിയൽ മാപ്പിംഗ്, അങ്ങനെ ഓരോരോ പാരഗ്രാഫായിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ വായിച്ചു നോക്കുക. പിന്നെ അതിൽ ലിറ്റററി ഡിവൈസസ് പറയുന്നുണ്ട്, മെറ്റഫർ, ഇമേജറി, സിംബോളിസം, പെർസോണിഫിക്കേഷൻ, ഐറണി, ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ മെറ്റഫർ എന്ന് പറയുന്നത് എന്താണ്, കമ്പയർ ചെയ്യുക, കമ്പാരിസൺ ആണ്. അതായത് ടാങ്കിൾ ഓഫ് ബ്രാഞ്ചസ്, എ നെറ്റ് ഓഫ് എയർ, ഓൾട്ടർനേറ്റ് ലൈറ്റ് ആൻഡ് ഡാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്കുകൾ, ഇതെല്ലാം ആ ഒരു മെറ്റഫറാണ് വരുന്നത്. ദ ഹിൽസ് വിച്ച് ദ ഐസ് മേക്ക് ഫ്ലാറ്റ് ആസ് എ വോൾ, അപ്പോൾ ആ കുന്നുകളെ പറയുന്നത്, കുന്നുകൾ എന്ന് പറയുന്നത് വിച്ച് ദ ഐസ് മേക്ക് ഫ്ലാറ്റ് ആസ് എ വോൾ, ഒരു വോൾ പോലെ ഫ്ലാറ്റായിട്ട് നിൽക്കുന്നതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അവിടെ എത്തുമ്പോഴാണ് അതിൻ്റെ അതൊരു വോളല്ല, നമുക്ക് പെട്ടെന്ന് അത് മറികടക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത് തിരിച്ചറിയുന്നത്. അപ്പോൾ ആ കമ്പാരിസന് വേണ്ടിയിട്ട് അവിടെ അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇമേജറി ഒരുപാട്, അതായത് സ്പിൻഡ്ലി ട്രീസ് എന്ന് പറയുമ്പോഴും വൈറ്റ് മഷ്റൂം, ഫോളൻ ലോഗ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ആ ഒരു പിക്ചർ നമ്മുടെ മൈൻഡിലേക്ക് കിട്ടും. അതാണ് ഇമേജറി എന്ന് പറയുന്നത്. പിന്നെ സിംബോളിസം, കോമ്പസ്,
പിന്നെ കോമ്പസ് എന്ന് പറയുന്നത് സിംബലൈസ് എന്താണ്? ടൂൾസ് ഓഫ് കൊളോണിയൽ നാവിഗേഷൻ. കൊളോണിയൽ പീരീഡിൽ അവർ ഇത് യൂസ് ചെയ്തിട്ടാണ് ഡയറക്ഷൻ നോക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സിംബലൈസ് ചെയ്യുന്നതാണ് ഈ കോമ്പസ്. അപ്പോൾ അത് യൂസ്ലെസ് ആണ്, നിങ്ങളിപ്പോൾ അതുകൊണ്ട് വന്നിട്ടൊന്നും കാര്യമില്ല എന്നും ഇവർ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ പെർസോണിഫിക്കേഷനിൽ പറയുന്നത് എ ക്ലിഫ് ഈസ് നോട്ട് നോൺ. അതായത് ക്ലിഫ് ഈസ് ഗിവൺ ഹ്യൂമൻ ലൈക്ക് ക്വാളിറ്റീസ്. അതായത് ആ ക്ലിഫിന് പാറക്കെട്ടുകളാണെങ്കിലും അതിന് ഒരു ഹ്യൂമൻ ക്വാളിറ്റിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു എന്ത് ലിറ്റററി ഡിവൈസാണ് വരുന്നത്? പെർസോണിഫിക്കേഷൻ. ഐറണി ആണ് പിന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ദിസ് ജേർണി ഈസ് ഓൾസോ വൺ ഓഫ് പേഴ്സണൽ ഇൻ്റലക്ച്വൽ ഡിസ്കവറി. അതായത് ഈ പോയത്തിൽ അവരുടെ ആ ഒരു പേഴ്സണൽ ജേർണി അല്ലെങ്കിൽ അവരുടെ ആ ഇന്നർ സെൽഫിലേക്കുള്ള ജേർണി ആണെങ്കിൽ ഇതിൽ വേറെയും ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട്, അതായത് കൊളോണിയലിസവും നേച്ചറിനെ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ അവർ ഇതിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഐറണിയും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ചാപ്റ്ററുമായിട്ട്, അതായത് നെക്സ്റ്റ് ബ്ലോക്കിൽ നമുക്ക് ഇനി നോക്കാനുള്ളത് ഡ്രാമ പാർട്ടാണ്, പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചേഴ്സിലെ ബ്ലോക്ക് 4 വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. താങ്ക് യു.